PV അൻവറുമായി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. വനംവകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അൻവർ ആവശ്യപ്പെട്ടതായി എസ് രാജേന്ദ്രൻ പറഞ്ഞു. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ താൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. BJP പ്രവേശനം മാധ്യമ സൃഷ്ടിയാണ്. 4 വർഷമായി ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെയാണ്. സർക്കാർ പരിപാടികളിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്നു. മുൻ MLA എന്ന പേര് വയ്ക്കുന്നത് AK മണിയുടെ മാത്രം. AK മണിക്ക് ശേഷം MLA ആയ ആളാണ് താൻ. ഇപ്പോഴത്തെ MLA തന്റെ പേര് വിട്ടുന്നതായും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. അൻവരെ യാത്രക്കിടയിൽ കണ്ടു, അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടതല്ലോ. ഒരു യാദൃശ്ചികമായി കണ്ടുമുട്ടലാണ്. ആശയവിനിമയങ്ങൾ നടത്തി, സംസാരിച്ചു. അതൊരു സൗഹൃദമായി. നേരത്തെ പുള്ളി ഞാനെല്ലാം ഒരുമിച്ചിരുന്ന സമയമുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ പുള്ളി ഒരു എല്ലാവരും ഓടിച്ചെന്ന് തിരക്കുന്നതുകൊണ്ട് നമ്മളും കണ്ടപ്പോൾ കണ്ടില്ല എന്ന് പോകാൻ ഒക്കത്തില്ല. അങ്ങനെ കണ്ടു, സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഒരു ജാഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാഥയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു. സമരം വനവകുപ്പിനെതിരെയാണ്. നല്ല സമരമാണ്, ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നടക്കട്ടെ. അപ്പോൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ, മിനിസ്റ്റർമാരുടെ പരിപാടികളിൽ മുൻ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയില്ലെങ്കിൽ നോട്ടീസിൽ പേര് വെക്കേണ്ട ബാധ്യത, പ്രോട്ടോക്കോൾ ഉണ്ട്. ആ ബോധമില്ലാത്ത ആളുകളല്ല ഉദ്യോഗസ്ഥന്മാരും മറ്റും. ആ നോട്ടീസ് അംഗീകരിക്കേണ്ടത് MLA ആണ്. MLAക്ക് മുൻ MLA AK മണിയാണ് എന്ന് അത്ര മറതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിന് ബോധപൂർവം ഒഴിവാക്കുവാൻ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ രാജേന്ദ്രന് പാർട്ടിപരമായോ ഭരണപരമായോ ആനുകൂല്യം കിട്ടരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.